ഒരു തൊഴിലാളിയും മുതലാളിയെ വഞ്ചിക്കരുത്. ഒരു മുതലാളിയും തൊഴിലാളിയെ വഞ്ചിക്കരുത്. അഅത്തുൽ അജീറ അജ്റഹു ഖബ്ല അൻ യജിഫ അർഖുഹു. വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് തൊഴിലാളിയുടെ വേതനം കൊടുക്കണം. വെറും നിസ്കാരം മാത്രമല്ല നേതാവ് പഠിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്, ഞാൻ ചില ആളുകളെ കണ്ടു, സാധുക്കളാണ്, തൊഴിലാളികളാണ്. വലിയ മുതലാളിമാരുടെ സൂപ്പർ മാർക്കറ്റിൽ, വലിയ മുതലാളിമാരുടെ കഫ്തീരിയയിൽ, ഹോട്ടലിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളികൾ. അവര് സങ്കടം പറയാണ്, ശമ്പളം കിട്ടിയിട്ടില്ല, കുറെ ഈ ശമ്പളം കിട്ടാത്തത്. സുബ്ഹാനല്ലാഹ്, എന്താ കാരണം? മുതലാളി വേറൊരു പുതിയ കട തുറക്കുന്ന തിരക്കിലാണ്. ഇവിടെ തൽക്കാലം ശമ്പളം തന്നിട്ടില്ല. ഞാൻ എവിടെന്നെങ്കിലും കടം തിരിച്ചിട്ട് വീട്ടിലേക്ക് പണമയക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുകയാണ്. പാടില്ല മുതലാളിമാരെ, കൃത്യമായി കൊടുത്തോളണം പണിയെടുത്തവന്റെ കൂലി. അതേ, വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൊടുക്കണമെന്നാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം. അതേ സമയത്ത് ബിസിനസ് നടത്തുന്ന ചിലർ, അവരുടെ ചെന്നപ്പോ അവരെ സങ്കടം പറയണ്ട. കടയിൽ ജോലി ചെയ്യുന്നവർ കട്ടിട്ട് നിവൃത്തിയില്ല, ചതിച്ചിട്ട് നിവൃത്തിയില്ല. പറ്റൂല കേട്ടോ. വല്ലദീനഹും യമാനാതിഹിം വഅഹദിഹിം റാഊൻ. സ്വർഗത്തിലെത്തണോ? വിശ്വാസ്യത പുലർത്തണം, വിശ്വാസ്യത പുലർത്തണം. നമ്മളെ വിശ്വസിച്ച് കടയിലാക്കിയാൽ, വിശ്വസിച്ച് തൊഴിലേൽപ്പിച്ചാൽ, വിശ്വസിച്ചൊരു കാര്യമേൽപ്പിച്ചാൽ വഞ്ചന പാടില്ല. ഉമ്മമാരെ, നമുക്ക് നല്ല വീട് പണിതന്നു ഭർത്താവ്, ടെലിഫോണും വാങ്ങിത്തന്നു, വസ്ത്രവും തന്നു, കട്ടിലും തന്നു, കിടക്കയും തന്നു, ഭക്ഷണവും തന്നു, സൗകര്യങ്ങളെല്ലാം തന്നു. ആ വീട് നമ്മളെ ഏൽപ്പിച്ചു. ആ വീട്ടിൽ ഭർത്താവ് പൊരുത്തപ്പെടാത്ത ഒരാളെയും ചവിട്ടിപ്പോകരുതേ, ചവിട്ടിച്ചു കളയരുതേ. ഭർത്താവ് പൊരുത്തപ്പെടാത്ത ഒരു വ്യക്തിയെയും ഭർത്താവിന്റെയോ നിങ്ങളുടെയോ ഫോണിൽ വിളിച്ചു പോകരുതേ. മമ്മാതതു വസൗജുഹാ അൻഹാ റാദ് ദഖലത്തിൽ ജന്ന. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിച്ച പെണ്ണ് സ്വർഗത്തിൽ കടന്നു. ഭർത്താവിനെ വഞ്ചിക്കല്ലേ. പ്രിയപ്പെട്ട ഭാര്യ മാസങ്ങളോളം, കൊല്ലങ്ങളോളം ഭർത്താവിന് വേണ്ടി ക്ഷമിച്ച് സഹിച്ച് വളരെ പ്രയാസപ്പെട്ട് ജീവിതം നയിക്കുമ്പോ ഭാര്യയെ വഞ്ചിച്ച് ഹറാമിലേക്ക് പോകല്ലേ ചെറുപ്പക്കാരെ. അന്യ സ്ത്രീകളിലേക്ക് നോക്കല്ലേ യുവാക്കളെ. അന്യ സ്ത്രീകളുമായി സംസാരിക്കല്ലേ യുവാക്കളെ. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. കരാറുകൾ ലംഘിക്കരുത്. അത് മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള കരാറാണെങ്കിലും, അതേ ആര് തമ്മിലുള്ള കരാറാണെങ്കിലും കരാറ് ലംഘിക്കരുത്. മുസ്ലിമിനോടും അമുസ്ലിമിനോടും കള്ളം പറയരുത്. മുസ്ലിമിനെയും അമുസ്ലിമിനെയും ചതിക്കരുത്. മുസ്ലിമിന്റെതും അമുസ്ലിമിന്റെതും കട്ടെടുക്കരുത്. ആരെയും നിന്ദിക്കരുത്, ആരെയും പരിഹസിക്കരുത്. അതല്ലേ ഇസ്ലാം. എല്ലാവർക്കും ഉപകാരം ചെയ്യുക. അഫ്ളലുന്നാസ് ആരാണ്? മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ ആരാണ്? നബി തങ്ങൾ പറയുന്നു, അൻഫഉഹും ലിന്നാസ്. മനുഷ്യന്മാർക്ക് ഏറ്റവും ഉപകാരമുള്ളവനാരോ അവനാണ് ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായവൻ. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവർ. പഴയ കാലത്തൊരു കല്യാണ വീട്ടിൽ എത്ര ആത്മാർത്ഥമായിട്ടാണ് ജനങ്ങൾ ഭക്ഷണ വിതരണത്തിന് നിന്നിരുന്നത്, പന്തലിടാൻ നിന്നിരുന്നത്. എത്ര ആത്മാർത്ഥമായിട്ടാണ് മറ്റൊരുത്തന് വേണ്ടി നമ്മൾ അധ്വാനിച്ചിരുന്നത്. ഇന്ന് സ്നേഹബന്ധങ്ങളൊക്കെ തകർന്നില്ലേ?
പലപ്പോഴും അവന്റെ കല്യാണം ഭംഗിയിൽ നടക്കണമെന്ന് ചിന്തിക്കുന്നതിന് പകരം അവന്റെ കല്യാണം എങ്ങനെയുണ്ട് അവൻ വിചാരിച്ചതുപോലെ ആകാതെ എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു വേണ്ടാത്തത് ചെയ്യാനെന്ന് ചിന്തിക്കുന്ന ലോകമായി മാറിയില്ലേ? സുഹൃത്തുക്കളെ, മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവൻ. ഒരു രോഗിയെ സന്ദർശിക്കാൻ, രോഗിക്ക് സാന്ത്വനം നൽകാൻ, പാവപ്പെട്ടവനെ സഹായിക്കാൻ, ഇനി മുതലാളിയായതുകൊണ്ടും ശാരീരികമായ സഹായം വേണ്ടേ? അവന്റെ അടുക്കൽ ധാരാളം പണമുണ്ട്, പക്ഷേ അവൻ ആ പണത്തിന്റെ നിയമത്തിനനുസരിച്ച് പരിചയമുള്ളവരൊക്കെ വിളിച്ചിട്ടൊരു വലിയ കല്യാണ സദ്യ നടത്തുമ്പോ നമ്മൾ പണം കൊണ്ടവനെ സഹായിക്കണ്ട, പക്ഷേ ശരീരം കൊണ്ടവന്റെ വീട്ടിൽ സഹായിച്ചു കൊടുക്കണം. പാവപ്പെട്ടവന്റെ വീട്ടിൽ അവനും കുറെ പരിചയക്കാരുണ്ട്, അവനും വിളിക്കണം പരിചയക്കാരെ എന്നാശയുണ്ട്. ഈ പണക്കാരൻ ഒരു പക്ഷേ ശരീരം കൊണ്ട് അധ്വാനിക്കാൻ ആരോഗ്യമില്ല, അവൻ പാവപ്പെട്ടവനെ സമ്പത്ത് കൊണ്ട് സഹായിക്കണം. എന്നാൽ അവന് ജോലിക്കൊരാളെ നിർത്തിയിട്ട് കാര്യം നടത്താൻ കഴിയില്ലേ? അങ്ങനെ ഓരോരുത്തർക്കും അല്ലാഹു കൊടുത്ത അനുഗ്രഹം മറ്റുള്ളവരുടെ ഉപകാരത്തിന് വേണ്ടി ഉപയോഗിക്കണം. പണ്ഡിതന്മാർ അവർക്ക് അല്ലാഹു തആല കൊടുത്തത് അറിവാണ്. ആ അറിവ് ജനങ്ങളെ സംസ്കരിക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, ജനങ്ങളെ ഐക്യപ്പെടുത്താൻ വേണ്ടി, ജനങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടി, ജനങ്ങളെ സൗഹാർദ്ദത്തിലാക്കാൻ വേണ്ടി, ജനങ്ങളെ പരസ്പരം സ്നേഹിക്കുന്നവരാക്കാൻ വേണ്ടി പണ്ഡിതന്മാർ അവരുടെ ഊർജം ചെലവഴിക്കണം. മുസ്ലിമീങ്ങൾ പരസ്പരം തെറ്റേണ്ടവരല്ല, പരസ്പരം തല്ലേണ്ടവരല്ല, പരസ്പരം കൂട്ടുവിളിക്കേണ്ടവരല്ല, പരസ്പരം തെറി പറയേണ്ടവരല്ല, പരസ്പരം അകലേണ്ടവരല്ല, പരസ്പരം മിണ്ടാതിരിക്കേണ്ടവരല്ല, പരസ്പരം ബഹിഷ്കരിക്കേണ്ടവരല്ല. ഈമാനുള്ള മുസ്ലിമീങ്ങൾ ഒരു നേതാവിന്റെ അനുയായികളാണ്. ആ നേതാവ് സ്നേഹം പഠിപ്പിച്ച നേതാവാണ്, സൗഹാർദ്ദം പഠിപ്പിച്ച നേതാവാണ്, സഹനം പഠിപ്പിച്ച നേതാവാണ്, സഹകരണം പഠിപ്പിച്ച നേതാവാണ്, സഹിഷ്ണുത പഠിപ്പിച്ച നേതാവാണ്. അവിടുത്തെ ചുമലിലിട്ട പരുവരുത്ത പുതപ്പ് പിന്നിൽ നിന്ന് വന്നല്ലേ ഒരു മനുഷ്യൻ വളരെ ബലമായി പിടിച്ചു വലിക്കുന്നത്, വലിച്ചിട്ട് പറയുന്നതോ മുഹമ്മദേ നിന്റെ കയ്യിലുള്ളതിൽ നീ എനിക്കും തരണമെന്നാണ്. സുബ്ഹാനല്ലാഹ്, സംഭാവന ചോദിച്ചൊരു കോലം നോക്ക് നിങ്ങൾ, സംഭാവന ചോദിച്ചൊരു രൂപം, പരുവരുത്ത ഷാല്, കഴുത്തുള്ള ഷാല് ബേക്കെന്ന് പിടിച്ച് വലിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്, നമ്മളൊരാളോട് സംഭാവന വെക്കണമെങ്കിൽ എത്ര ബഹുമാനിച്ച് പോകണം? ബേക്കെന്ന് വലിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പടച്ചവൻ തന്നതിൽ എനിക്കും തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സംഭാവന കൊടുത്തില്ലേ?